നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പ്രോബ്ലത്തിലേക്കാണ് നമ്മളിനി കടന്ന് ചെല്ലാൻ പോകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പ്രോബ്ലങ്ങൾ കൂടുതലും ജേണൽ എൻട്രി മുഖാന്തരമാണ് ചെയ്യുന്നത്. ഒരു ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. എന്താണ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യവും വളരെ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. കാരണം കൺഫ്യൂഷൻ ആവാൻ പാടില്ല. 1. When the bill is retained by the holder till the date of maturity. When the bill is retained by the holder till the date of maturity, the following journal entries are passed. അതായത് മക്കളെ, ആ ഡേറ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് റീറ്റെയിൻഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ജേണൽ എൻട്രികളാണ് നമ്മൾ എപ്പോഴും ജേണൽ എൻട്രി. ഒന്നെങ്കിൽ ഒരു ട്രോയറും വേണം, ട്രോയും വേണം. എങ്കിൽ മാത്രമല്ല ബില്ല് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇൻ ദ ബുക്സ് ഓഫ് ദ ട്രോയർ. ട്രോയറിൻ്റെ ബുക്കിൽ 3 ജേണൽ എൻട്രി വരും. നമ്പർ 1, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് കടത്തിന് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി പഠിച്ചു വെക്കുക മക്കളെ. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. എന്താണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. 2, ഓൺ റിസീവിങ് ദ ബിൽ ആഫ്റ്റർ ആക്സെപ്റ്റൻസ്. എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. 3, ഓൺ മെച്യൂരിറ്റി ഓഫ് ദ ബില്ല്. മെച്യൂരിറ്റി ഡേറ്റിൽ ബില്ലാകുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് റിസീവബിൾ. എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, ഇത്രയും ജേണൽ എൻട്രിയാണ് മക്കളെ ട്രോയറിൻ്റെ ബുക്കിൽ എഴുതേണ്ടത്. ഇനി ട്രോയ് ഓർ അക്സെപ്റ്റർ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതേണ്ട ജേണൽ എൻട്രികളാണ്. ഒന്നാമത്തേത്, വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. 2, ഓൺ അക്സെപ്റ്റിംഗ് ദ ബില്ല് ആൻഡ് ഗീവിംഗ് ഇറ്റ് ടു ട്രോയർ. ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് പേയബിൾ. എന്താണ് മോനെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് പേയബിൾ. 3, ഓൺ മെച്യൂരിറ്റി ഓഫ് ദ ബില്ല്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. മെച്യൂരിറ്റി ഓഫ് ദ ബില്ല് ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത്രയുമാണ് ട്രോയറിൻ്റെയും ട്രോയിയുടെയും എവിടെ വരുന്നത് ബുക്കിൽ വരുന്ന ജേണൽ എൻട്രികൾ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, രാജേഷ് സോൾഡ് ഗുഡ്സ് ₹3500 ഓൺ ക്രെഡിറ്റ് ടു തോമസ് ഓൺ 5th March 2003 ആൻഡ് ട്രോ എ ബിൽ ഫോർ ദ എമൗണ്ട് അറ്റ് 2 months ആഫ്റ്റർ ഡേറ്റ്. തോമസ് ഡ്യൂലി അക്സെപ്റ്റ് ദ ബില്ല് ആൻഡ് റീറ്റേൺഡ് ഇറ്റ് ടു രാജേഷ്. ദ ബിൽ വാസ് ഹോണേഡ് അറ്റ് മെച്യൂരിറ്റി. ഷോ ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. മക്കളെ, ഇവിടുത്തെ ട്രോയർ എന്ന് പറയുന്നത് രാജേഷും ട്രോയ് എന്ന് പറയുന്നത് ആരുമാണ് മോനെ തോമസുമാണ്. ട്രോയർ രാജേഷും ട്രോയ് ആരാണ് തോമസുമാണ്. ഓക്കെ, ഇനി ഇവർക്ക് 4 കേസുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കേസ്, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ഇറ്റ് റിക്വയർസ് എ ജേണൽ എൻട്രി ടു റെക്കോർഡ് ദ സെയിൽ ഓഫ് ഗുഡ്സ്. കടത്തിന് സാധനം വിറ്റപ്പോൾ ഉണ്ടാവുക ജേണൽ എൻട്രി എഴുതണം. 2, വെൻ ദ സെല്ലർ ട്രോസ് എ ബിൽ നോ എൻട്രി ഈസ് റിക്വയർഡ്. ഇറ്റ് വിൽ ബിക്കം എ വാലിഡ് ബിൽ ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്. മൂന്നാമത്തെ കേസ്, ദ ബിൽ ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് റീറ്റേൺഡ് ടു സെല്ലർ ഓഫ് ഗുഡ്സ് ഓൺ റിസീവിംഗ് ദ ബിൽ. ദ ഡെപ്റ്റ് ഓഫ് തോമസ് ഈസ് ക്യാൻസൽഡ് ആൻഡ് ഇൻ ടേൺ രാകേഷ് ഗോട്ട് ആൻ അസെറ്റ് വർത്ത് 3500 ഫ്രം ഹിം. ഹെൻസ് എ ജേണൽ എൻട്രി ഈസ് നെസസറി. ദെൻ ദ ബിൽ ഈസ് കോണേഡ് അറ്റ് മെച്യൂരിറ്റി. That means on the due date, Thomas will make the payment on receiving the bill from Rajesh. An entry is required when cash is paid to Rajesh. നമ്മളോട് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള ജേണൽ എൻട്രി 2 പേരുടെ ബുക്കിലും എഴുതണം. എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രോയർ. ഇവിടുത്തെ ട്രോയർ എന്ന് പറയുന്നത് രാജേഷും ട്രോയ് എന്ന് പറയുന്നത് തോമസുമാണ്. രാജേഷിൻ്റെ ബുക്കിലും എഴുതണം, തോമസിൻ്റെ ബുക്കിലും എഴുതണം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് മക്കളെ രാജേഷിൻ്റെ ബുക്കിലാണ്. രാജേഷിൻ്റെ ബുക്കിൽ എഴുതുമ്പോൾ രാജേഷിൻ്റെ പേര് ഒരിക്കലും എഴുതത്തില്ല,
പേരില്ല. പിന്നെ ആരുടെ പേര് എഴുതത്തുള്ളൂ? തോമസേ ഉള്ളൂ. കടത്തിന് സാധനം വിൽക്കുന്നു. ജേണൽ എൻട്രി തോമസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് 3500 രൂപ. അടുത്ത നമുക്ക് ബില്ല് കിട്ടുന്നു. ജേണൽ എൻട്രി മക്കളെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു തോമസ്. അവസാനമായിട്ട് ക്യാഷ് കിട്ടുന്നു. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അടിസ്ഥാനത്തിൽ ക്യാഷ് കിട്ടുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. ഈ 3 ജേണൽ എൻട്രിയാണ് രാജേഷിൻ്റെ ബുക്കിൽ എഴുതേണ്ടത്. ഇനി ഇവിടുത്തെ ട്രോയ് ആയിട്ടുള്ള തോമസിൻ്റെ ബുക്കിൽ എഴുതുമ്പോൾ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് വരും. ഒന്നാമത്തെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാജേഷ്. എന്താണ് മോനെ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാജേഷ്. രണ്ടാമത്തെ ആണെങ്കിൽ രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് പേയബിൾ. നരേഷൻ എഴുതണം ആക്സെപ്റ്റഡ് ദ ബിൽ ഡ്രോൺ ബൈ രാജേഷ്. മൂന്നാമത്തെ ജേണൽ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എന്നാണ്? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത്രയുമാണ് ഡ്രോയറിൻ്റെയും ട്രോയിയുടെയും